എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നജീബ് മെഹബൂസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് ഈ കഥയെന്ന് പറയുന്നത്, ഹാഫ് എ ഡേ എന്ന് പറയുന്നത്. ഈ കഥയിൽ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, പല ഘട്ടങ്ങളെയാണ് ഇതിൽ തുറന്നു കാട്ടുന്നത്. ദ നറേറ്റർ ഡിസ്ക്രൈബ്സ് ഹൗ ഫാസ്റ്റ് ചേഞ്ചസ് ഒക്കർ ഇൻ ദ കോഴ്സ് ഓഫ് എ മാൻസ് ലൈഫ്. ഒരാളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ എത്ര പെട്ടെന്നാണ് വരുന്നത് എന്നാണ് നമ്മുടെ നറേറ്റർ ഇതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് ദ നറേറ്റർ ആൻഡ് ഇൻ ദ സറൗണ്ടിങ്സ് ആർ വെരി റാപ്പിഡ് ആൻഡ് ദ പാസേജ് ഓഫ് ടൈം ഈസ് as W.C. Williams says like a storm in which we are all lost. ഓക്കെ, നറേറ്ററിൻ്റെ ചുറ്റുപാട് നടക്കുന്ന ചേഞ്ചസ് വളരെ റാപ്പിഡ് എന്ന് വെച്ചാൽ പെട്ടെന്നാണ്. പോരാത്തതിന് പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ ആ ഒരു പാസേജും കൂടെ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ W.C. വില്യംസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ വരികളിവിടെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എ സ്റ്റോം ഇൻ വിച്ച് വി ആർ ആൾ ലോസ്റ്റ്. ഓക്കെ, ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ്, നമ്മളെല്ലാം കാണാതാകുന്ന ഒരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ ഒരു കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അതിൽ പെട്ടുപോയാൽ നമ്മൾ അടിച്ചെടുത്തോണ്ട് പോകത്തില്ലേ, അതേപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ടൈറ്റിൽ ഹാഫ് എ ഡേ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ആസ് ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഹാഫ് എ ഡേ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ വളരെയധികം അർത്ഥമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് അല്ല, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, സമയത്തിൻ്റെ ചെറിയൊരു അളവ് കൊണ്ടാണ് മാറുന്നത്. ഓക്കെ, ഹാഫ് എ ഡേ കൊണ്ടാണ് ഇവിടെയുള്ള ചേഞ്ചസ് എല്ലാം വരുന്നതെന്നാണ് കഥാകൃത്ത് പറയുന്നത്. ഇൻ ദ കോഴ്സ് ഓഫ് ദി സ്റ്റോറി ദ സെൻട്രൽ ക്യാരക്ടർ പാസസ് ത്രൂ 3 phases ഓഫ് ലൈഫ്. ഈ കഥയിലുടനീളം നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ 3 phases ഓഫ് ലൈഫിൻ്റെ 3 ഫേസസിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഏജ് ഓഫ് ഇന്നസെൻസ്, നമ്മുടെ കുട്ടിക്കാലം. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, നമുക്ക് കുറച്ച് വളർന്നു കഴിഞ്ഞ ശേഷമുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഏജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ആൻഡ് ദ ഓൾഡ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടം. ഇതാണ് 3 phases ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്, ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദ ഓൾഡ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്. ദ സ്റ്റോറി ബിഗിൻസ് as the protagonist, a little boy, goes to school holding the right hand of his father on the first day of school. കഥ തുറന്നതാണ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വെച്ചാൽ മെയിൻ കഥാപാത്രം തൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയമാണ്. Though he is happy to wear his new clothes, he has to spend the whole day away from school. അവൻ്റെ പുതിയ ക്ലോത്ത്സുകൾ, തർബൂഷ്, അതേപോലെ തന്നെ ഡ്രസ്സുകളെല്ലാം ധരിക്കുന്നതിൽ അവന് വളരെ സന്തോഷമുണ്ടെങ്കിൽ പോലും ആ ഒരു മുഴുവൻ ദിവസവും വീട്ടിൽ നിന്ന് മാത്രമാണ് നമ്മുടെ സ്കൂളിൽ ചെലവഴിക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അച്ഛനെ അനോ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ശല്യപ്പെടുന്ന രീതിയിൽ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ കുട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂള് ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിൽ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കുന്നതെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഹിസ് ഫാദർ കൺസോൾസ് ഹിം സേയിങ് സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അവൻ്റെ അച്ഛൻ അവനെ കൺസോൾ ചെയ്യുന്നു. ഓക്കെ, സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് സ്കൂൾ പണിഷ്മെൻ്റ് അല്ല, ഇറ്റ് ട്രാൻസ്ഫോംസ് ചിൽഡ്രൻ ഇൻ ടു യൂസ്ഫുൾ പീപ്പിൾ. ചിൽഡ്രനെ യൂസ്ഫുൾ പീപ്പിൾ ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. വെൻ ദേ റീച്ച് ദ സ്കൂൾ, സീയിങ് ദ ഹ്യൂജ് സ്കൂൾ ബിൽഡിംഗ്, ദ ബോയ് ഫീൽസ് ദാറ്റ് ഹീ ഈസ് ബീങ് പുഷ്ഡ് ഇൻ ടു എ ഹ്യൂജ് ഹൈ വാൾഡ് സ്റ്റേൺ ആൻഡ് ഗ്രിം ബിൽഡിംഗ്. സ്കൂളിലെത്തിയതും സ്കൂളിൻ്റെ ആ ഒരു ഹൈ വാളും ആ കാര്യങ്ങളെല്ലാം കണ്ടതും എന്തോ ഒരു ഹ്യൂജ് ബിൽഡിങ്ങിൻ്റെ അതൊരു സ്റ്റേൺ, നല്ല ദൃഢമായ ശക്തിയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ പുഷ് ചെയ്യുന്നത് പോലെയാണ് കുട്ടിക്ക് തോന്നിയത്. ദി ഫാദർ മോട്ടിവേറ്റ്സ് ഹിം ബൈ സേയിങ് ബി ബോൾഡ് ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്. അച്ഛൻ അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് ബോൾഡായിരിക്കുക, ഇന്നാണ് യഥാർത്ഥത്തിൽ നീ നിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ് ടുഡേ. ഓക്കെ, അറ്റ് ഫസ്റ്റ് ദ ബോയ് ഫീൽസ് ദാറ്റ് ഹീ ഈസ് എ സ്ട്രേഞ്ചർ ഹു ഹാസ് ലോസ്റ്റ് ഹിസ് വേ. ആദ്യമായി ആ കുട്ടിക്ക് തോന്നിയത്, തുടക്കത്തിൽ തോന്നിയതെന്ന് വെച്ചാൽ അവൻ സ്ട്രേഞ്ചറാണ്, വഴി നഷ്ടപ്പെട്ടു പോയ ഒരു അപരിചിതനെ പോലെയാണ്, സ്ട്രേഞ്ചറിനെ പോലെയാണ് അവനെ തോന്നിയത്. ബട്ട് as ടൈം പാസസ് ഹിസ് ഇംപ്രഷൻ അബൌട്ട് ദ സ്കൂൾ ചേഞ്ചസ്. പക്ഷേ സമയം കഴിയും തോറും അവന് ആ സ്കൂളിനോടുള്ള ഒരു ഇംപ്രഷൻ ചേഞ്ച് ആകുകയാണ്. ദ റീഅഷ്യൂറിംഗ് വേർഡ്സ് ഓഫ് ദ വിമൺ, ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, ബ്രിങ് സം സോർട്ട് ഓഫ് സബ്മിഷൻ ആൻഡ് കണ്ടൻമെൻറ്റ് ഇൻ ദ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് ഹിം. ആ സ്ത്രീയുടെ ആ ഒരു റീഅഷ്യൂറിംഗ് വേർഡ്സ്, സമാധാനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്, ഇവിടെയും നിങ്ങൾക്ക് അച്ഛനെയും അമ്മയും കിട്ടും എന്നുള്ള ആ ഒരു സ്ത്രീയുടെ ആ ഒരു റീഅഷ്യൂറിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആ കുട്ടിയിലൊരു സമാധാനം, ഒരു തൃപ്തി, ഒരു സംതൃപ്തി മറ്റുള്ള കുട്ടികളെ പോലെ ഇവനിലും അത് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഇവൻച്വലി ഹി മേക്സ് ഫ്രണ്ട്സ് വിത്ത് ദ ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ പതിയെ അവിടുത്തെ ബോയ്സും ഗേൾസും ആരും ഫ്രണ്ട്സ് ആകുന്നു. He enjoys the games, music, different subjects, delicious food, the short nap, love, play and learning in the school. അവിടെയുള്ള ഗെയിംസ്,
മ്യൂസിക്സ്, വിവിധ തരത്തിലുള്ള സബ്ജക്റ്റുകൾ, മനോഹരങ്ങളായ ഫുഡ്, ഷോർട്ട് നാപ്പ്, ചെറിയൊരു ഉറക്കം, അല്ല പിന്നെ കുട്ടികളുമായുള്ള കളിക്കൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം വളരെയധികം അവൻ എൻജോയ് ചെയ്യുകയാണ്. As the time passes, he encounters dust-laden winds, unexpected accidents, rivalries and fighting in the school. സമയം കഴിയുന്തോറും ചില കാര്യങ്ങൾ അവൻ നേരിടുകയാണ്. ഡസ്റ്റ് ലേഡൻ വിൻസ് എന്ന് വെച്ചാൽ പൊടിപടലങ്ങൾ അടങ്ങിയ കാറ്റ്, അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസ്, റൈവൽറീസ്, യുദ്ധങ്ങളും അടികളും അല്ലെങ്കിൽ ശത്രുതകളും ഫൈറ്റിങ്ങും എല്ലാം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളിലെ കുട്ടികൾ തമ്മിലുള്ളത്, അതാണ് പറയുന്നത്. ദ ടീച്ചർ സ്റ്റാർട്ട്സ് സ്കോൾഡിങ് ആൻഡ് ഈവൻ പണിഷിംഗ് ദ ചിൽഡ്രൻ. ടീച്ചർ ഉറക്കിക്കിടന്ന് നിലവിളിക്കുകയും കുട്ടികളെ ശകാരിക്കുകയും പണിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഫൈനലി ദ ബെൽ റിങ്സ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ. അന്നത്തെ ദിവസം കഴിഞ്ഞുവെന്ന് കാണിക്കുന്ന രീതിയിൽ അവസാനം ബെല്ലടിച്ചു. By the time he goes back from the school, he notices the changes that have happened all around. സ്കൂളിൽ നിന്ന് തിരിച്ച് പുറത്തിറങ്ങി വന്നതും അവൻ്റെ ചുറ്റുപാടും മാറിയ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുകയാണ്. The street lined with beautiful gardens and the fields bordered it have disappeared. സ്ട്രീറ്റിൽ തെരുവിലുള്ള ബ്യൂട്ടിഫുൾ ഗാർഡനും അതിനെ ചുറ്റും നിൽക്കുന്ന ആ ഒരു ബോർഡർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല ഗാർഡൻസും മരങ്ങളും ചെടികളും എല്ലാം കണ്ടിരുന്നു. അതെല്ലാം ഡിസപ്പിയർഡായി. Instead, there are tall buildings. The street surges with children and line of trucks and disturbing noises everywhere. അതിന് പകരം അവിടെയെല്ലാം ഇപ്പോൾ ടോൾ ബിൽഡിങ്സ് ആണ്. സ്ട്രീറ്റിൽ തെരുവിൽ മൊത്തം കുട്ടികളും വലിയ ആൾക്കാരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലൈൻ ഓഫ് ട്രക്സ്, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നതും ഒരുപാട് നോയ്സുകളും ഡിസ്റ്റർബിങ് നോയ്സുകളും എല്ലാം നിറഞ്ഞാണ് ആ സ്ട്രീറ്റ് അവിടെ നിൽക്കുന്നത്. He becomes frustrated and shocked as he finds it very difficult to cross the busy road. ആ ബിസി റോഡ്, തിരക്കേറിയ ആ റോഡ് കടക്കാനായിട്ട് അവൻ വളരെ കഷ്ടപ്പെടുകയാണ്. അതിനവൻ വളരെ ഫ്രസ്ട്രേറ്റഡ്, വളരെ സ്ട്രെസ്ഡ് ആവുകയും ഷോക്ക് ആവുകയും ചെയ്യുന്നു. He wonders how could all those have happened in a short span of time. ചെറിയ സമയം കൊണ്ട് ഇതെല്ലാം എങ്ങനെയാണ് മാറിയത് എന്നവൻ ചിന്തിക്കുകയാണ്. The boy who works in the ironing shop comes to help him, calling grandpa. അയണിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന, തൊട്ടടുത്ത കടയിൽ വർക്ക് ചെയ്യുന്ന, അയണിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോയ് ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അവനെ വിളിക്കുകയാണ്, ഗ്രാൻഡ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് റോഡ് കടക്കാൻ സഹായിക്കുകയെന്ന് പറയുന്നു. ദിസ് റിവീൽസ് ദാറ്റ് ദ നറേറ്റർ ഹാസ് ബിക്കം ഓൾഡ് ആൻഡ് ഹെൽപ്ലെസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു സമയം ഒരുപാട് പാസ് ചെയ്തിരിക്കുന്നു. ആ നറേറ്റർ, ചെറിയ കുട്ടിയായിട്ട് സ്കൂളിൽ പോയ നറേറ്റർ തിരിച്ചിറങ്ങിയതും ഒരു ഓൾഡ് മാനായി മാറിയിരിക്കുന്നു. ഓൾഡ് മാൻ വിത്തൗട്ട് ഹെൽപ്ലെസ്, വിത്ത് ഹെൽപ്ലെസ്നെസ് ഉള്ള ഒരു ഓൾഡ് മാനായി മാറിയിരിക്കുകയാണ്. ദ പീരീഡ് ഓഫ് ദ സ്റ്റോറി ഈസ് അൺറിയലിസ്റ്റിക്. സ്റ്റോറിയിൽ നടക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക്, യഥാർത്ഥമല്ല. ബിക്കോസ് ദി നറേറ്റർ എൻറ്റേഴ്സ് ദ സ്കൂൾ ഇൻ ദ മോർണിംഗ് ആസ് എ യങ് ബോയ് ബട്ട് ലീവ്സ് ദ സ്കൂൾ ഇൻ ദ ഈവനിങ് ആസ് എൻ ഓൾഡ് മാൻ. അൺറിയലിസ്റ്റിക് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ യങ് ബോയ് എന്ന രീതിയിൽ രാവിലെ സ്കൂളിൽ പോകുന്ന ആ നറേറ്റർ തിരിച്ച് വരുന്ന ഈവനിങ് വരുന്ന സമയത്ത് ഒരു ഓൾഡ് മാനായി മാറുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അത് നടക്കത്തില്ല. അതാണ് പീരീഡ് ഓഫ് സ്റ്റോറി അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ അൺറിയലിസ്റ്റിക് എന്ന് പറയുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ സ്കൂൾ ഡേ ഹി ലേൺസ് എ ലോട്ട് മെനി തിങ്സ്. സ്കൂളിൻ്റെ അവസാനം അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. വെൻ ഹിസ് ഫാദർ ഫെയിൽസ് ടു ടേൺ അപ്പ് ടു ടേക്ക് ഹിം ഹോം ഹി ഹാസ് ടു വാക്ക് ആൻഡ് ഫൈൻഡ് ഹിസ് വേ ഹോം. തിരിച്ചു കൊണ്ടുപോകാൻ അച്ഛൻ വരാതിരുന്ന സമയത്ത് അവന് മനസ്സിലായി തിരിച്ചു പോകാനുള്ള വഴി താൻ തന്നെ കണ്ടുപിടിക്കണം. ഡിസൈഡിങ് ടു വാക്ക് ഹോം അലോൺ ഷോസ് ദാറ്റ് ദ സ്മോൾ ബോയ് ഹു കം ടു സ്കൂൾ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ് ഹാസ് ട്രാൻസിഷൻ ടു എ മാൻ റെഡി ടു വാക്ക് ഹോം ഓൺ ഹിസ് ഓൺ. ഒറ്റയ്ക്ക് തിരിച്ചു പോകാം, തിരിച്ചുള്ള വഴി തനിയെ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിക്കുന്നതിലൂടെ അച്ഛൻ്റെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് വന്ന ഒരു കുട്ടി ഒരു മാൻ, ഒരു വലിയ ആളായി ട്രാൻസിഷൻ മാറുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ദ റാപ്പിഡ് ട്രാൻസിഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ടു ആൻ എൽഡർലി മാൻഹുഡ് emphasizes the fact that the changes in life are very fast and the time awaits for no one. ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഒരു എൽഡർലി മാനിലോട്ടുള്ള ട്രാൻസിഷൻ ഇവിടെ എംഫസൈസ് ചെയ്യുക, ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ടൈം വളരെ വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ടൈം. അത് ആർക്കും വേണ്ടി ഇവിടെ കാത്തിരിക്കത്തില്ല. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ സ്റ്റോറി ഹിസ് ആറ്റിറ്റ്യൂഡ് ഓൾസോ ചേഞ്ചസ് ഫ്രം ഡിപ്പെൻഡൻസ് ടു ഗ്രോത്ത് ആൻഡ് സെൽഫ് റിലയൻസ് ആൻഡ് അഗെയിൻ ടു ഡിപ്പെൻഡൻസ്. ഈ സ്റ്റോറിയുടെ ഉടനീളം ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ ആശ്രയിക്കുക അല്ലേ. ഡിപ്പെൻഡൻസ് ടു ഗ്രോത്ത്, കുട്ടിയിൽ നിന്ന് വളരുന്ന വഴി സ്കൂളിൽ ചെന്ന് മറ്റുള്ള കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ആൻഡ് സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് പിന്നെയും എന്തായി മാറുന്നു, ഡിപ്പെൻഡൻസിലേക്ക് മാറുന്നു. ഇതാണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്ന് വെച്ചാൽ പാസേജ് ഓഫ് ടൈമാണ്. സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ സമയം എന്ത് ചെയ്യും, പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള
നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ കുട്ടികളാണെങ്കിൽ, ചാനൽ വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.